അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഉള്ള വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയിരിക്കുകയാണ്. അയോധ്യ വിമാനത്താവളത്തിൽ നിന്ന് രാംപഥിലേക്ക് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സ്വീകരണം പ്രധാനമന്ത്രിക്ക് അവിടെ ജനങ്ങൾ നൽകുകയാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ ഈ റാലിയിൽ അണിനിരക്കും എന്നതാണ് കണക്കാക്കുന്നത്. വലിയ സ്വീകരണം ലഭിക്കുന്നു പ്രധാനമന്ത്രിക്ക്. വിവിധ കലാരൂപങ്ങൾ ഈ റോഡിന് ഇരുവശങ്ങളിലുമായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്, അവരുടെ പങ്കാളിത്തമുണ്ട്. വലിയ സ്വീകരണം പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിക്കുന്നു. അദ്ദേഹം വാഹനത്തിന് പുറത്തിറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നതാണ് കാണുന്നത്. ഏതാണ്ട് 15 കിലോമീറ്റർ ഉണ്ട് ഈ റോഡ് ഷോ എന്നതാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യ ഉദ്ഘാടന ചടങ്ങ് അല്പം കൂടി വൈകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് ആദ്യം നടക്കേണ്ടത്. 11:15 നിശ്ചയിച്ചിരുന്ന സമയം. പക്ഷേ ഇപ്പോൾ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ അഭിവാദ്യം ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി വാഹനത്തിന് പുറത്തിറങ്ങി കൈവീശി കാണിച്ച് കടന്നുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ ഒരുക്കങ്ങൾ അദ്ദേഹത്തിന്റെ വരവോടനുബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. അയോധ്യ എങ്ങും രാമഭക്തി ഗാനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഭക്തി നിർഭരമായ ഒരു സാഹചര്യം എന്നും കൂടി നമുക്ക് പറയാം. മണികൾ മുഴക്കിയും മറ്റ് മന്ത്രങ്ങൾ ഉച്ചരിച്ചുമൊക്കെ ജനങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നതുകൂടി നമ്മൾ കാണണം. ആ രീതിയിൽ അയോധ്യയിൽ ഭക്തി നിർഭരമായ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. രാമന്റെ വലിയ കട്ടൗട്ടുകൾ ഉയർന്നിരിക്കുന്നു. പിന്നീട് പ്രധാനമന്ത്രിയുടെ വലിയ പോസ്റ്ററുകൾ, അവർ പ്രധാനമന്ത്രിക്ക് സ്വാഗതവും നന്ദിയും അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ നിരന്നിരിക്കുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. NSTയുടെയും ATSന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അവിടെ സ്വീകരണം ഏറ്റുവാങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആദ്യം അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. മൊത്തം 15,700 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നടത്തുക. അടിസ്ഥാന സൗകര്യ വികസനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകോത്തര നിലവാരത്തിലേക്ക് നഗരത്തെ ആകെ ഉയർത്തുക, അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വലിയ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, അപ്പോഴും നഗരത്തിന്റെ പൈതൃകം നിലനിർത്തുക, ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള ഉയർന്ന അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതികൾ. ആ രീതിയിലാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അയോധ്യയുടെ മുഖം മാറ്റുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ നടന്നത്. അതിൻ്റെ ഉദ്ഘാടനം, പിന്നീട് പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം, ഇതുമാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും 15,700 കോടിയുടെ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകൾ അവിടെ നടക്കുന്നു. പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കുന്നു. ജനുവരി 22 നടക്കുന്ന അയോധ്യ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. ഇതിലും വലിയ ഒരുക്കങ്ങളിലേക്കും സ്വീകരണങ്ങളിലേക്കും ചടങ്ങുകളിലേക്കും അയോധ്യ കടക്കുകയാണ്. അതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ എന്ന് തന്നെ പറയാം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും. രാമക്ഷേത്രം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നു. അതിന് BJPയുടെ അത്തരം പ്രചാരണ പരിപാടികളുടെ ഒരു തുടക്കം കൂടി കുറിക്കുകയാണ് ഇന്ന് അയോധ്യയിൽ. 15,700 കോടിയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ഇന്ന് അവിടെ നിർവഹിക്കുക. 11,100 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഒപ്പം ഉത്തർപ്രദേശിന്റെ 4,600 കോടിയുടെ പദ്ധതികൾ ഉൾപ്പെടെയാണ് 15,700 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം അവിടെ നടക്കുന്നത്. പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണം അവിടെ ജനങ്ങൾ നൽകുന്നു. റോഡിന് ഇരുവശത്തും ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് 10-25 മിനിറ്റായി കാണുന്നു വാഹനം കടന്നു പോകുന്ന റോഡിൻ്റെ ഇരുവശത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പുഷ്പവൃഷ്ടി നടത്തി, മന്ത്രോച്ചാരണങ്ങൾ ഉയർത്തി, രാമഭക്തി ഗാനങ്ങളാൽ നിറഞ്ഞ അന്തരീക്ഷമാണ് അവിടെ ജനങ്ങളുടെ അഭിവാദ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി അവരെ കൈവീശി കാണിച്ച് കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത്.